ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്ന പ്രാർത്ഥിക്കുന്ന ഈശോ, ഒരു രാത്രി മുഴുവനും പ്രാർത്ഥനയിലായിരിക്കുന്ന പിതാവിനോട് സംസാരിക്കുന്ന ഈശോ, ഒരു തീരുമാനമെടുക്കുന്നതിന്, പ്രത്യേകിച്ച് സഭയുടെ തലവന്മാരായി മാറേണ്ടതിന്, സഭയുടെ വികസനത്തിനായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു രാത്രി മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പിതാവിൻ്റെ അനുഗ്രഹത്താൽ, ആശീർവാദത്താൽ താൻ തിരഞ്ഞെടുത്ത ശിഷ്യഗണത്തിൽ നിന്ന് അപ്പോസ്തലന്മാരായി പരിഗണിക്കുന്ന ഈശോ, ആ അപ്പോസ്തലന്മാർക്ക് ദൗത്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈശോ, കുരുടർക്ക് കാഴ്ച നൽകാനും ചെകിടർക്ക് കേൾവി നൽകുവാനും മുടന്തർക്ക് ആരോഗ്യത്തോടെ ഓടിച്ചാടി നടക്കാനും തക്കവണ്ണം ചുമതലയേൽപ്പിക്കുന്ന ഈശോ, അവിടുന്ന് പ്രാർത്ഥനയുടെ ഒരു മനുഷ്യന് തെരഞ്ഞെടുപ്പിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കുന്നത്, വിളിക്കുന്നവൻ വിശ്വസ്തനായിരിക്കണമെന്ന് കൽപ്പിക്കുന്ന ദൈവം, വീണ്ടും പീഡകരുടെ കരങ്ങളിലേക്ക് വഹിക്കപ്പെടുമ്പോൾ പോലും അക്ഷമനായി നിന്നുകൊണ്ട് ദൈവഹിതം മനസ്സിലാക്കുന്നതിന് പ്രാപ്തമാക്കുന്ന ഈശോ, സഹനങ്ങളെ, ക്ലേശങ്ങളെ ശാന്തതയോടുകൂടി നേരിടുവാൻ പഠിപ്പിക്കുന്ന ഈശോ, ഈ യേശുവിൻ്റെ മുഖമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിൽ നിലകൊള്ളുന്നത്. അവിടുത്തെ തിരുമുഖമാണ് നമ്മുടെ ജീവിതത്തിന് മാറ്റം ഭവിപ്പിക്കേണ്ടത്. ഒരു ജീവിത നവീകരണം എന്ന് പറയുന്നത് യേശു കടന്നു വരുന്നൊരു അനുഭവമാണ്. എല്ലാവിധ തിന്മകളുടെ സാഹചര്യങ്ങളിൽ നിന്നും, തിന്മ പ്രവർത്തനങ്ങളിൽ നിന്നും മോചിതമായിക്കൊണ്ട് സ്വതന്ത്രമായി അവിടുത്തെ ഏറ്റെടുക്കാനുള്ള ഒരു സന്നദ്ധത. ഈശോ വച്ചു നീട്ടുന്ന ഒരു ധൈര്യം ഇതാണ്. ജെറമിയാട് സംസാരിച്ചതുപോലെ, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്കാൻ ഞാൻ കൂടെയുണ്ട്. ഇത് കർത്താവാണിത് പറയുന്നത്. എത്ര വലിയ പ്രശ്ന സങ്കീർണതകൾ അഭിമുഖീകരിക്കുമ്പോഴും ഈ ഒരു ധൈര്യത്തിൻ്റെ വാക്കുകൾ അവിടുന്ന് കൂടെയുണ്ട്. കൂടെയുള്ള ദൈവത്തിനോടൊപ്പം നമ്മുടെ ജീവിത പ്രവൃത്തികൾ അവിടുത്തെ മഹത്വത്തിനായി കാഴ്ചവെക്കും പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.